ഇതാണ് ഗൈസ് തരിപ്പോള. കായ്പോള എന്നൊക്കെ പറയുന്ന പോലെ തരി വെച്ചിട്ട് ഉണ്ടാക്കുന്ന അല്ലേ, റവ വെച്ചിട്ടുണ്ടാക്കുന്ന റവയും മുട്ടയാണ് ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആന്ധ്രോദ്വീപുകാരുടെ സ്പെഷ്യൽ ഐറ്റമാണ്, ഒരു ഡിഷാണ്. കല്യാണങ്ങൾക്കും പെരുന്നാളിനും വിശേഷം. അതിപ്പോൾ നാലായിട്ട് കട്ട് ചെയ്തപ്പോൾ ഹാർട്ട് ഷേപ്പായിട്ട് കിട്ടിയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പെരുന്നാളിനുള്ള ഹൽവ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിറു അല്ലേ. ഇത് നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന സമയത്ത് കൊണ്ടുവന്ന ഹൽവയാണ് അല്ലേ, കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് വാങ്ങിയ ഹൽവയാണ്. മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൽവ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് കറുത്ത ഹൽവ, ഇത് പൈനാപ്പിള്, ഇത് ഇളനീരിൻ്റെത് കരിക്ക്, ഇത് ഡ്രൈ ഫ്രൂട്ട്. ഇതെല്ലാം ഇതാക്കണം അല്ലേ. അത് കഴിക്കാനല്ലല്ലോ പറഞ്ഞേ. എനിക്കിത് മുറിക്കാൻ തരണേ, ഞാൻ എടുത്തോളൂ. ഓക്കേ, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു. കുറേ കാലത്തിന് ശേഷം നമ്മൾ രണ്ടാളും കൂടെ ഫ്രെയിമിൽ വന്ന് കടലും നിലാവും പറയണം. അപ്പം ഇന്ന് നമ്മൾ പെരുന്നാൾ വ്ളോഗാണ്. ഇന്നലത്തെ വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പം ഇത് ദീദിയിലെ ആദ്യത്തെ പെരുന്നാളാണ്. അത് എല്ലാവർക്കും ഈദ് മുബാറക് ഗൈസ്. ഓ, ഞാനത് മറന്നുപോയി. എല്ലാവരും സന്തോഷമായി സമാധാനമായിട്ടൊക്കെ ഇരിക്കൂ. ഒന്നും കൂടെ ഈദ് മുബാറക്. അപ്പം ദീദിയിൽ ആദ്യത്തെ പെരുന്നാളാണ്. അതേപോലെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ മൊത്തമായിട്ട് മാറി നിൽക്കുന്ന ആദ്യത്തെ പെരുന്നാളാണ്. അപ്പോൾ അവരൊക്കെ വിളിച്ചു. ഇനിയിപ്പം ഇവിടെയുള്ള കുറേ വിശേഷങ്ങളൊക്കെ കാണാം. ഫുൾ ഡേ ഉണ്ടാവുമായിരിക്കും ഇവിടെ. ഞാനാണ് ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല കേട്ടോ. എനിക്ക് ഇപ്പോഴേ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഫിറൂന് പിന്നെ ഉറക്കം കൺട്രോൾ ചെയ്യാൻ അറിയാം. എനിക്ക് ഉറക്കം ഇപ്പോഴേ വരുന്നുണ്ട്. ഫിറൂന് കുപ്പായൻ്റെ കുപ്പായൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഫിറൂന് 2 കുപ്പായുണ്ടേ. കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കാണായിട്ടുള്ളൂ. എനിക്കൊരു കുപ്പായ. ഞാൻ ആലോചിക്കുക എന്താ വരാത്തേന്ന്. ഇത് പൂക്കള ഷർട്ട്, തൊപ്പി, നീലക്കരയുള്ള പാന്റ്, സോറി തുണി. സാറ് തടിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ വീട്ടിൽ വന്നപ്പോ? അപ്പം നിങ്ങളെല്ലാരും പറഞ്ഞു ഇത് നല്ല ഭംഗിയുണ്ടെന്ന് എല്ലാരും കമന്റ് ചെയ്യായിരുന്നു. അതുകൊണ്ട് ഈ കുപ്പ എടുത്തു അല്ലേ? അല്ല, ഈ കുപ്പ തന്നെ നമ്മൾ എടുത്തേ. എൻ്റെ മൈലാഞ്ചി ഇച്ചിരി ചുമന്നു. ഇത് നമ്മൾ അരച്ച മൈലാഞ്ചി ഞാൻ പെട്ടെന്ന് പോക്കിയായിരുന്നു, അങ്ങനെ ചുമന്നില്ല. ഇവരുടെ പേരെല്ലാം ചുമന്നു. ക്രിഞ്ച് സാധനം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പെരുന്നാൾ വ്ളോഗാണ് കേട്ടോ. ഇങ്ങനെ കാണിക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ പേഴ്സും മറ്റുണ്ടല്ലോ. വാ മോലാഞ്ചി നോക്കട്ട്, കൈയാട് 2 കൈ കാടുതാ. ബൈലുണ്ടാ അപ്പുറത്തുണ്ട്. പാത്തു പാന്റ്, കാർഗോ പാന്റ് ഒക്കെ കളർ കൊള്ളാലോ. പാത്തുവിന്റെ ആമീസിന്റെ പാന്റിന്റെ കളർ ഒന്നാ. ആദ്യം പോയി ഷർട്ട് വാങ്ങിയോ? നല്ല രസമുണ്ട് ഷർട്ട്. നമുക്ക് ആദ്യം പുട്ടും പഴവും കഴിക്കാം. പുട്ടും പഴവും ഇത് കഴിക്കും. എനിക്കൊന്നും മതി. ഓ, ഇങ്ങക്കൊന്നും മതിയാക എന്തായാലും പോരാ. പെരുന്നാൾ ബിരിയാണിയുടെ ഗ്രേവി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കത് അല്ലാണ്ട് സെറ്റ് ചെയ്യണം. ഇത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി സെറ്റാക്കിയിട്ടുണ്ട്. ചോറ്, പച്ചമോള്, ബിരിയാണി റൈസ്.
ആ ഇല കിട്ടിയല്ലേ. ബിരിയാണി സെറ്റ് ചെയ്യൽ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. നാട്ടുകളച്ച് ഇട്ടൂടെ എന്നിട്ടില്ല ജസ്റ്റ് കട്ട് ചെയ്ത് ചോറ് കിട്ടിയിട്ടുണ്ട്. ഇനി ചിക്കൻ മഞ്ഞച്ചോറ് സോറി. ഇട് 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 ഇട്. അപ്പോൾ ആദ്യം നമ്മൾ കളർ ചെയ്ത് റൈസ് ആഡ് ചെയ്തിട്ട് എന്താണ് മിന്റ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഗൈസ് ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ മസാല ആക്കിയിട്ട് 2 ലെയറായിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇട്ടിട്ടിട്ടാ ഫസ്റ്റ് ലെയർ ചിക്കൻ നമ്മൾ ആഡ് ചെയ്തു. ഇനി ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ബാക്കി ലെയറും കൂടെ ഇട്ടിട്ട് സെറ്റ് ആക്കണം. നല്ല ചൂടാണ് വേസ്റ്റ്. നിങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു പോകുന്നു, ഞാനിവിടുന്ന് എങ്ങനെ കൊടുത്തു, നമ്മളെങ്ങനെ പോകും പഠിച്ച് അറിയില്ല എന്നാലും ഒരു ഇങ്ങ വാ നോക്കട്ടെ. വാവേ സാറേ മെഹറിനും ഒരേ കുപ്പായം, മുഷിജിജി തയ്ച്ച കുപ്പായാണ് രണ്ട്. എന്റെ ഇങ്ങ വാ മെഹറിൻ ഞാൻ സാറിന്റെ കുഞ്ഞിക്കൈയില് അരച്ച മൈലാഞ്ചി പാത്തിന്റെ കയ്യിൽ വരച്ചത്. നോക്കട്ടെ. ഓടിപ്പോൻ വേണ്ട വണ്ടി ഓടിക്കണ്ട. അപ്പൊ ചിക്കൻ ഇവിടുത്തെ ഒഫീഷ്യൽ ബിരിയാണി സെറ്റപ്പുകാരൻ ഞാനാണ് ഉണ്ടാക്കിയത്. എല്ലാരും ഞാനൊന്നും പറയുന്നില്ല ഗൈസ്. ബിരിയാണി മേക്കർ അല്ല ബിരിയാണി ഈറ്റർ. നോക്കട്ടെ വയറ്. ഓ ഇവിടെ വന്നതിന് ശേഷം ആയിന് ഗൈസ്. വ്യത്യാസം കണ്ടിയാ വീഡിയോ എടുക്കണോ? അത് ഇപ്പൊ ആദ്യമില്ല ഞാൻ അങ്ങനെ അവസാനം റെഡിയായി. അങ്ങനെ നമ്മളെ ബിരിയാണി സെറ്റായി ഗായ്സ്. ഇനി എല്ലാവരും കൂടെ കഴിച്ചു. അതും വിടണം അല്ലേ? കുറച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ തട്ടിക്കൂട്ട് തമ്മ. അതിന്റെ നല്ല എക്സ്പെർട്ട് ജോഹൻ. ദമ്മിടാന്ന് കാണിക്കണ്ടല്ലോ. ദമ്മിടാൻ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണെന്നല്ലേ. അല്ലെങ്കിൽ എല്ലാം അറിയാം, പറയുന്നത് എനിക്കാണെന്ന് അറിയാം. അതേടാ ഞാനെന്ന് കാണിച്ചു പഠിച്ചു വരെ കാണിച്ചോ. ഐസ്ക്രീം അന്നേതോ അന്നെ അതിനുള്ള മുന്തിരി കടിച്ചിട്ടുണ്ട്. നാളെ അടി നിങ്ങൾ രണ്ടുപേരും അടി യൂട്യൂബിനോട് വരും, കണ്ടോളാം.
കോര് ഇറ്റിച്ചിട്ടാ കണ്ടത് അമ്മ വിട്ട് ഉറങ്ങിക്കൂടെ അതിനോ ഉറക്കം വരുന്നില്ല അല്ലാണ്ട് ഇമ്മക്ക് എന്നെ ഉണ്ടല്ലേ അതോ രണ്ടര മുഖമ്പത്തി കൂടെ ഇടേ അതോ ചിരി ഇട്ടിട്ട് മുടി ഇട്ടിട്ട് അല്ലേ ചിരിച്ചിരിച്ചോണ്ട് കയ്യാതെ വീടല്ലേ കുളത്തി പോയേ വയറ് വരുത്തേടാ ഏതാ അത് കുളഞ്ഞിട്ടൊന്ന് വീർപ്പെടറ അടുത്തേം കാണിട്ട് തോനേം കണ്ടു നോക്കാൻ പോണ്ടോക്കി നോക്കി സോഫയിട്ടിലോ ടാറ്റാ ചുറ്റാൻ പോയിക്കോ ഷടക്കെട്ട് പോവടാ ഏതോ ഷടക്കെട്ട് പോവടാ എത്ര ഉറുപ്പ്യ ഉണ്ടോ വാവ് ഓക്കെ എന്നല്ലേ ഓക്കെ എന്നല്ലേ ഓടെ ചടക്കം പൊട്ടിപ്പാൻ വേടിയില്ലാത്ത നമ്മളങ്ങനെ പെരുന്നാൾ ബിരിയാണി കഴിക്കുവാണ്. ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. നല്ല മണം വരുന്നുണ്ട്. ഒരാൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതായിരുന്നു ആക്ച്വലി. കൊള്ളാം. മിന്റിൻ്റെ ഫ്ലേവർ ഇട്ടുണ്ട്. വെരി ടേസ്റ്റി. ഞാൻ കഴിച്ചോട്ടെ. എങ്ങനെയുണ്ടെന്ന് പറയൂ. എങ്ങനെയുണ്ട് വീറു? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി ഉണ്ടാക്കി മിന്റിന്റെ ചൊപ്പ് ആരല്ലോ ഉമ്മച്ചിയുടെ തട്ട നമ്മള് തായ്ലൻഡിൽ നിന്ന് വാങ്ങിയത്. നല്ല രസമല്ലേ? നല്ല കളറാണ്, ഭയങ്കര സോഫ്റ്റാണ്. ആനോക്കുണ്ടൊന്ന് മനുഷ്യനെ പെടാപ്പാട് പെടുത്തുവാണ് അവൻ. പാത്രത്തിൽ ഇച്ചിരി തന്ന് കഴിച്ചിട്ട് ഞാൻ പോയി കിടക്കട്ടെ. താങ്ക്സ്. ഓക്കെ, മതി മതി. നല്ല മധുരം. ബിരിയാണി കഴിച്ചു ഉയർത്തത്. ബിരിയാണി ഗൈസ്, ബിരിയാണി കഴിച്ചത് ക്ഷീണിച്ചപ്പോഴാണ് കസ്റ്റാർഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതുകൂടെ കഴിച്ചിട്ടാണ് എനിക്കൊന്ന് ചാച്ചാൻ. എന്നിട്ട് എനിക്ക് എവിടേക്കോ പോവാണ്ട്. എനിക്കേക്കും ഗൈസ്, സുബപ്പയാണ് കഴിക്കാൻ വന്നത്. എങ്ങനെയുണ്ട് കസ്റ്റാർഡ്? നല്ല ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി. പഠിച്ചോണേ, ഇതെവിടെയും കാണിക്കാൻ പറ്റില്ല ഗൈസ്. ഹലോ ഗൈസ്, നമ്മൾ
കുറേ നേരം ഉറങ്ങി. ഇപ്പം എഴുന്നേറ്റ് നമ്മളെല്ലാവരും കൂടെ വടക്കുന്തലയ്ക്ക് നടക്കാൻ പോവാ. നടന്ന് അവിടെ എത്തുമെന്ന് അറിയില്ല. ദീപുകാർ പെരുന്നാളിന് വടക്കുന്തല കൂടുന്നാണ് ഫിറു പറയുന്നത്. അപ്പം എനിക്കത് ശരിക്കും ഒന്ന് ഭയങ്കര തിരക്കാണ്. അപ്പോൾ പോയിട്ട് വലിയ കാര്യമില്ല. എന്നാലും അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ കഷ്ടപ്പെട്ട് നടക്കുകയാണല്ലേ. എൻ്റെ ഗ്യാങ്ങൊക്കെ സെറ്റാണ്. പർസൊക്കെ നല്ല വിയോജിപ്പുണ്ട്. ഞാൻ ആ വിയോജിപ്പ് കാര്യമാക്കുന്നില്ല. അടുത്തും കൂടെ ഉണ്ട് ഒറ്റക്ക സൈഡിലാണ് കോണേ. അങ്ങ വണ്ടിക്കറിയാവേ. ഇപ്പോഴും ഇതിലെത്തിയത് നിങ്ങ എപ്പത്താൻ എവിടേക്ക്? ഓമിനിയാ? ഓമിനി വിളിച്ചിട്ട് ഇതൊക്കെ എന്ത് ദൂരോ? ഇവരോട് ഇവര് നടന്നു പോവാണോന്ന് വെച്ചപ്പോ ഞാൻ പോവാന്ന് പറഞ്ഞു. ഫർസനോട് പലവട്ടം ചോദിച്ചാ പ്രോത്സാഹിപ്പിച്ചു. എനിക്ക് ഓർമ്മയില്ല. ഇത് പകുതിയായോ? പകുതിയായി. നിങ്ങൾക്ക് ഇനി ഹോൾട്ട് ഉള്ളത് മറ്റേ ഹെൽപ്പേഡില്. എല്ലാരും തലയിറങ്ങി വീണോ? ഇനി ഇരുന്നോളൂ. കൈ ടയർഡായി ഗൈസ്. കൈ ഇങ്ങനെ വെച്ചിട്ട് ഇടാൻ മുടിയില്ല. ഇവിടെ ചാട്ടാക്കിക്കോ. ചാട്ടാക്കിയത് ഈ മക്കളെ മുന്നുള്ള എടുത്തോ. ഇവിടെ മുന്നുള്ള എടുത്തോ. നമ്മളിപ്പോ ഉള്ളത് ഹെലിപ്പാഡിലാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. മൊത്തം പടക്കം പൊട്ടിച്ച് തന്നെ ഇതാണ് ഇവിടെ. ഇനിയിപ്പോ എങ്ങനെ ഹെലികോപ്റ്റർ വന്നിറങ്ങും ഗൈസ്. നമ്മളിവിടെ റീല് ഷൂട്ട് ചെയ്യാൻ ഹലോ ഗോൾഡൻ ഹവർ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഒറിജിനൽ ഇട്ടു ഗൈസ്. ഇത് മമ്മൂട്ടിയാണെന്നും പറഞ്ഞു എന്നോട് പറഞ്ഞു ഷർട്ട് കൊള്ളാൻ പറഞ്ഞപ്പോ മമ്മൂക്കിയാ
മമ്മൂക്കയാന്ന് പറഞ്ഞു. നമ്മള് മമ്മൂക്ക ഒരുപോലാണല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെയല്ല, ഇപ്പൊ വീഡിയോ അതായത് അതെ അത് പറഞ്ഞിട്ട് ഇപ്പൊ വീഡിയോ എന്ന് പറഞ്ഞപ്പോ പറയാം നമുക്ക് അഭിനയിക്കാം. എനിക്ക് തോന്നുന്നു ഉള്ളാലൊക്കെ മൊത്തം മമ്മൂക്ക ആയെന്ന് തോന്നുന്നു ഒരു കുപ്പായിട്ടപ്പോ. അപ്പൊ അടുത്ത സ്റ്റോപ്പ് നെക്സ്റ്റ് ടിപ്പ് ടിപ്പ്. യെസ് കം ഓൺ ലെറ്റ്സ് ഗോ. അപ്പൊ ഗൈസ് നമ്മളെല്ലാരും കൂടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർ ഓൺ ദ വേ ആണ്. നോർത്ത് ടിപ്പാണ് നമ്മുടെ അടുത്തല്ല ലാസ്റ്റ് ലൊക്കേഷൻ, ദ ഫൈനൽ ലൊക്കേഷൻ. അപ്പൊ ഗൈസ് we are on the way to north tip of Kalpeni. ബാക്കി നീ എടുത്തോ. മാലു ഫ്രണ്ട് തോടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണേ, ഞങ്ങളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ശരി. അതെന്തായാലും നോക്കിയെടുക്കാൻ എല്ലാം മറ്റേ ഇത് ക്യാമറ ശശിയോടൊപ്പം ഹാപ്പി ഇതെന്തായാലും വരും തമാശ. കട്ട്ലേറ്റ്, പിന്നെ സാൻഡ്വിച്ച്, പിന്നെ നെക്സ്റ്റ് അടുത്ത കേക്കാ കേക്ക്. ഹായ്. കടി അയ്യോ കട്ട്ലേറ്റ് എടുക്കില്ല. കുഞ്ഞാറ്റേട് പ്രശ്നമില്ല, പറഞ്ഞു നീ ചൊല്ല. ഇപ്പോ റീൽ മറ്റേ ഇൻസ്റ്റഗ്രാമില് ട്രെൻഡിങ് ആയിരിക്കുന്ന 2 കപ്പിൾസ് ആണിത്. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഇത് എന്റെ ഒരു ബ്രദറും കൂടിയാണ്, അസ്ഗർ യാസീൻ. അപ്പൊ എങ്ങനെ സുഖം ഉണ്ടാ യാത്ര? പെരുന്നാള് കപ്പലിലായി പോയി, കുഴപ്പമില്ല.
ഈവനിങ് കിട്ടിയല്ലോ ഇവിടെ. ഓക്കെ ഓക്കെ ഞങ്ങളെത്താം. നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ ഇതുവരെ എത്തിയിട്ടില്ല. വരുന്നു വരുന്നു എന്ന് പറഞ്ഞല്ലാണ്ട് എത്തിയിട്ടില്ല ഇതുവരെ. എന്തായാലും വെയിറ്റ് ചെയ്യാം നമ്മള്. അല്ല ഇത് പറക്കം എല്ലാം വേണ്ടി ഇതന്നെ ആരും നിപ്പല എന്നെ ഇതെന്താ ഇത്? പിള്ളേര് ശരിയല്ല കേട്ടാ. ഇത് പറക്കം പറയാൻ പോലും ആരും നിക്കുന്നില്ല. അത് ക്യാമറ എടുത്തോണ്ടായിരിക്കും തോന്നുന്നു. എന്നല്ല മക്കളെ ക്യാമറകളൊക്കെ നിങ്ങളൊന്ന് വട്ടോട്ട്. ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടെന്ന് അറിയില്ല. അത്രയും ദൂരം ഒരു മണിക്കൂർ നിങ്ങൾ പറഞ്ഞ ആളിതേ ഇവിടെ ഇപ്പുണ്ട്. നമുക്ക് അകത്തോട്ട് കയറാം. പിന്നല്ല ഇതുവരെ രാത്രി മാത്രല്ലേ കണ്ട നമ്മള്. ഇപ്പൊ പകലുണ്ടല്ലോ. മിക്കവാറും കിട്ടും. ഹലോ ചിരിച്ചൂടെ? ഓക്കേ. വേറെ വഴിയിൽ മോളും കൊണ്ടുപോകലോ വഴിയിൽ പോട്ടുന്നില്ല. അപ്പനൊക്കെ അതുണ്ടാവും. പിന്നെ മക്കളത് അതാ ഇന്നെ ട്രോളി ഗൈസ്. നല്ല ഭയങ്കര വിഷയല്ലോ. ഇല്ലേ രണ്ടാണ് ഓർഡർ വരാന്. തറാവി ഇല്ലാത്തത്. നാളെ പെരുന്നാളാ. നാളെ പെരുന്നാൾ. കണ്ണി കാണുന്നുണ്ട്. ക്യാമറ കാണുമെന്ന് അറിയില്ല. പട്ടേടാ ഫോട്ടോ എടുപ്പാ.
ടാറ്റാ. ഓയോ ഓയോ ഓടി പിന്നെ ഓയോ ഓയോ ടാറ്റാ. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി തെറപ്പിക്കോ ഞങ്ങളടിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാള്? ഇതുവരെ പെരുന്നാൾ അടിപൊളിയായിരുന്നു. ഞാൻ ആ ജീപ്പിൽ കയറണമെന്നേ കേരളത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതാ. ഇവിടെ വന്നിട്ടാ സംഭവിച്ചു. അങ്ങനത്തെ തുറന്ന വണ്ടിയിൽ പോകണമെന്ന് നല്ലായിരുന്നു. പിന്നെ രസമായിരുന്നു എല്ലാം. വടക്കുന്തല നല്ല തിരക്കായിരുന്നു. പക്ഷേ കുറേ ആൾക്കാർ ഇങ്ങനെ കാണാൻ പറ്റുമല്ലേ, മീൻസ് അങ്ങനെ എല്ലാവരും വന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ടായി. പിന്നെ പെരുന്നാൾ കൊള്ളാം രീതിയിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്.